ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഒത്തിരി അമ്മമാരും ചേച്ചിമാരും ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായിരുന്നു, എന്നെ സുധിമോളെ വീഡിയോ ഒന്നും കാണാത്തതെന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. കൂടുതലും എനിക്ക് സുഖമില്ലായിരിക്കുമായിരുന്നു. ഞാൻ കസേരയിൽ നിന്ന് വീണു, പുറകോട്ടിങ്ങനെ അടിച്ചല്ലേ വീണു. കടലിലൂടെ ഒന്ന് പൊട്ടി, നട്ടലിനൊരു ചെറിയ സ്ക്രാച്ച് ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്കോട്ടൊക്കെ തന്നെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഡ്രസ്സ് ഇട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ എനിക്ക് ഒത്തിരി കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഓക്കെ ആകുന്നതായിരിക്കും. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സുധി പോലെ ആകല്ലേ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളെ പോലെ ഒരാൾ ഒരിക്കലും ആവില്ല. ടൈറ്റ് ജീൻസിന് ഇറുകി പിടിച്ചിരിക്കുന്ന പാൻറ്റും അങ്ങനെ ഇടാന്നതിനല്ല, ലൂസായിട്ടിരിക്കുക ബാഗി പാൻറ്റ് പോലത്തെ ടോപ്പും പാൻറ്റും ടോപ്പും ഒക്കെ ഇടാൻ ഭയങ്കര. അപ്പോൾ എനിക്കധികം വൃത്തിയോട് വരത്തില്ലല്ലോ. പിന്നെ ഡ്രസ്സ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, അന്ന് ഇങ്ങനെയാണ് കവളൊക്കെ ഇരുന്നത്. ഇപ്പോൾ ഞാൻ മെലിയുന്നുണ്ട്, വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് ഡ്രസ്സ് ഇടാനുള്ള ആഗ്രഹം കൊണ്ട്. ഒത്തിരി ആൾക്കാർ അനുകൂലിച്ച് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. കുറച്ച് ആൾക്കാർ പിന്നെ അത് എന്നെ ആ സാധാരണ ലുക്കിൽ സാധാരണ ഒരു വീട്ടമ്മയായിട്ട് ഒരു നാടൻ വേഷത്തിൽ കണ്ടിട്ട് പെട്ടെന്ന് ചേഞ്ച് ആകുമ്പം എന്നെ സ്നേഹിക്കുന്ന കുറേ അമ്മമാർക്കും ചേച്ചിമാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. എനിക്ക് മനസ്സിലാകും. അവിടെ ക്ഷമ ചോദിക്കുന്നു, എൻ്റെ ആഗ്രഹം കൊണ്ട് ഇട്ടതാണ്. പിന്നെ ഒരു സന്തോഷ കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പായസത്തിൻ്റെ പ്രമോഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ കുഞ്ഞിന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കൊടുത്തു. ഒത്തിരി ആൾക്കാർ ആ കുഞ്ഞിനെ സഹായിച്ചു, അത് പഠിച്ചു. അതിപ്പം 6 മാസ കോഴ്സിന് ശേഷം ചെന്നൈയിൽ ജോലി ആയിട്ടുണ്ടെന്ന് അമ്മ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സുധിമോളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കത്തില്ലായിരുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നന്ദി വാക്കൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ട്, അമ്മയോട് ഞാൻ പറയുകയാണ്, എനിക്ക് എന്നോടൊരു നന്ദിയും പറയണ്ട. അത് തമ്പുരാനായിട്ട് എന്നെ അവിടെ ആ നിമിത്തമായിട്ട് എത്തിച്ചെന്നല്ലാതെ എൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊന്നും ചെയ്തതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും എന്നെ ഓർത്താൽ മതി, എൻ്റെ ഫാമിലി ഓർത്താൽ മതി. എനിക്കൂടി പ്രാർത്ഥിക്കുക. അത്രയൊക്കെയുള്ളവരോട് എനിക്ക് പറയാൻ വേണ്ടി. അവരെ പഠിക്കാനായിട്ട് സഹായിച്ച് പൈസ അയച്ചു കൊടുത്ത് എല്ലാവർക്കും ഞാൻ കൈകൂപ്പി നന്ദി പറയുകയാണ്. അപ്പോൾ ആ മോക്ക് ജോലി ആയിട്ടുണ്ട്, ചെന്നൈയിൽ ജോലി ആയിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ, മോൾ അന്ന് സഹായിച്ചുകൊണ്ടാണ് എൻ്റെ മോക്ക് ജോലി കിട്ടിയത്, ഇല്ല എൻ്റെ മോൾ ജീവിതകാലം മൊത്തം പായസം വിറ്റ് നടക്കേണ്ട വരുമായിരുന്നു എന്നൊരു വാക്ക് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ അതിനൊരു തലവര ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്, ചെല്ലാൻ തോന്നിയത്. അത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ എന്നെക്കൊണ്ട് സഹായിച്ചതിൽ ഞാൻ ഈശ്വരനോടും കൊച്ചിനെ പഠിപ്പിക്കാൻ സഹായിച്ച പൈസ കൊടുത്ത് സഹായിച്ച എല്ലാവരോടും ഞാൻ കൈകൂപ്പി നന്ദി പറഞ്ഞുള്ളൂ. എൻ്റെ പേര് മന്ദന, ഞാൻ എറണാകുളത്താണ് വന്നത്. ഞാൻ ITI സിവിൽ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. ITI സിവിൽ കഴിഞ്ഞ് കുറേ ഇൻ്റർവ്യൂവിന് പോയി. അതിൽ പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് വന്നത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ കൊള്ളാമല്ല, ബെറ്റർ ഓപ്ഷനാണെന്ന് തോന്നി. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ നിൽക്കാം എന്നുള്ളൊരു ഉറപ്പ്, അത് നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഒരു ആരോട് ചോദിച്ചാൽ അത്രയും വലിയ 30,000 സ്ക്വയർ ഫീറ്റിലുള്ള വീട്ടിലാണ് തനിച്ച് ഞാൻ തന്നെ. Once again, congrats, Nandana.